വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഹിയർ വി ഗോ. നമ്മുടെ ഗോട്ട് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ഓൺസ്റ്റീൻ ഇന്നലെ രാത്രി മിഡ് നൈറ്റിലാണ് റിപ്പോർട്ട് ചെയ്തത് അറ്റ്ലാന്റയുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഗ്രിമെൻറ്റ് റീച്ച് ചെയ്തിരിക്കുകയാണ്. 40.5 മില്യൺ യൂറോസിനാണ് അറ്റ്ലാന്റയിൽ നിന്നും എഡേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു സംഭവം എന്താ അറിയോ? ഇതിൽ ഈ ഡീലിൽ ആഡ് ഓൺസ് ഇല്ല. ഈ ഡീലിലുള്ളത് പൊട്ടൻഷ്യൽ ബോണസസ് ആണ്. സോ 40.5 ഫിക്സഡ് ഫീസും അതിൻ്റെ കൂടെ 4.5 മില്യൺ പൊട്ടൻഷ്യൽ ബോണസുമാണ് നമ്മൾ ഈ ഡീലിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡീൽ ഞാൻ കൈയടിച്ച് കൊടുക്കും. കാരണം ഇൻക്രെഡിബിൾ ഡീലാണ്. ഇന്നത്തെ മാർക്കറ്റിൽ 100, 120, 150 UCL ഫുട്ബോൾ പോലും കളിക്കാത്ത പ്ലെയേഴ്സ് പോകുന്നൊരു സമയത്ത് നമ്മൾ UCL ഫുട്ബോൾ എക്സ്പീരിയൻസ് ഉള്ള 26 വയസ്സ് മാത്രം പ്രായമുള്ള എഡേഴ്സിനെ 35 മില്യൺ പൗണ്ട്സ് അല്ലെങ്കിൽ 40.5 മില്യൺ യൂറോസിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ട് ഇതിൽ ബോണസിൻ്റെ കാര്യം പറയുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 4.5 മില്യൺ ബോണസ് അറ്റ്ലാന്റയ്ക്ക് പേ ചെയ്യണമെങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉണ്ടാവുള്ളൂ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. കാരണം പൊട്ടൻഷ്യൽ ബോണസസ് ഒക്കെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും എത്ര മാച്ച് എഡേഴ്സൺ കളിച്ചു അല്ലെങ്കിൽ എത്ര ട്രോഫീസ് നമ്മൾ വിൻ ചെയ്തു എന്നുള്ള ഒരു എന്താ പറയുക ടേംസിലായിരിക്കും നമ്മൾ ബോണസൊക്കെ മിക്കവാറും പേ ചെയ്യുക. പൊതുവെ എല്ലാ ക്ലബ്സും അങ്ങനെ ചെയ്യാറ്. സോ പൊട്ടൻഷ്യൽ ബോണസ്, അതായത് 4.5 മില്യൺ എന്ന പൊട്ടൻഷ്യൽ ബോണസ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. സോ ഈ ഒരു ഡീല് അറ്റ് ദിസ് മൊമെൻറ്റ് 35 മില്യൺ പൗണ്ട്സിനാണ് നമ്മൾ ഡീൽ അഗ്രി ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനിയോസ് ഇൻക്രെഡിബിൾ ജോബ്. വളരെ ഹാപ്പിയാണ്. ഞാൻ എന്തുകൊണ്ട് വളരെ ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവണേക്കാട്ട് മുമ്പേ റിലീസ് ക്ലോസ് ഇല്ലാത്തൊരു പ്ലെയറിനെ നന്നായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങുന്നത്. എൻ്റെ അറിവിൽ തന്നെ കുറേ വർഷങ്ങളായി സംഭവിച്ചിട്ട്. ഇത് തുടക്കം മാത്രമാണ്. ഇത് ട്രാൻസ്ഫർ വിൻഡോൻ്റെ ഓപ്പണിംഗ് സ്റ്റേജാണ്. നമ്മൾക്ക് ഇനിയും കിടലൻ ഡീൽസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ഹാവ് എൻ ഇൻക്രെഡിബിൾ ട്രാൻസ്ഫർ വിൻഡോ. എടുത്തു പറഞ്ഞൊരു സംഭവം എന്താ അറിയോ? ഇതൊരു സ്മാർട്ട് ഡീലാണ്. നമുക്കറിയാം എഡേഴ്സൺ വളരെ ഗ്ലാമർ ആയിട്ടുള്ള പേരൊന്നുമല്ല. നമ്മുടെ ഫാൻസിന് തന്നെ കുറേ പേർക്ക് ഈ എഡേഴ്സൺ ഡീലിൽ തുടക്കത്തിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഇൻക്ലൂഡിങ് ഞാനും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഉള്ള കാര്യം പറയാം. അത് പ്രൈസിലായിരുന്നു എനിക്ക് ഫ്രസ്ട്രേഷൻ. കാരണം അറ്റ്ലാന്റയ്ക്ക് വേണ്ടത് 50 മില്യൺ യൂറോസിൻ്റെ അടുത്തായിരുന്നു അറ്റ്ലാന്റ ചോദിച്ചിരുന്നത്. അവിടെ നിന്ന് നമ്മൾ 40 മില്യണിന് ഡീൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ. പിന്നെ സ്മാർട്ട് ഡീൽ എന്ന് പറയാൻ കാരണം, ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഫസ്റ്റ് സൈനിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നു ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ട്രാൻസ്ഫർ വിൻഡോനൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുള്ളായി മാറുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ഗുഡ് നെഗോസിയേഷൻ ടാക്ടിക് ഫ്രം ഇനിയോസ് ഉള്ള കാര്യം പറയാലോ. സോ റിയലി ഹാപ്പി. പിന്നെ എടുത്ത് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര പേര് ഇത് കണ്ടെന്ന് എനിക്കറിയില്ല. അത് എഡേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് എഡേഴ്സൺ ടാക്ടിക്കലി നമ്മുടെ ടീമിൽ ഫിറ്റ് ആകുമോ ഇല്ലയോ, എഡേഴ്സിൻ്റെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, കൂട്ടത്തിൽ ഞാൻ വേറെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മിഡ്ഫീൽഡ് ട്രയോ വിത്ത് എഡേഴ്സ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡു ചെക്കൗട്ട്. ഒരു 15 മിനിറ്റ്സ് വീഡിയോ ആണ്, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആ വീഡിയോ മസ്റ്റായിട്ട് കാണണം. വെറുതെ ഒരു എഡേഴ്സൺ ഹിയർ വി ഗോ അല്ല, ഞാൻ ടാക്ടിക്കലി എഡേഴ്സിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഡു ചെക്കൗട്ട് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഹിയർ വി ഗോ വന്നുകൊണ്ട് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക്? ആർ യു ഹാപ്പി വിത്ത് ദിസ് ഡീൽ? 35 മില്യൺ പൗണ്ട്സ് ഓവർ പേ ആണോ, അതോ ഈസ് ഇറ്റ് എ ഗുഡ് നെഗോഷിയേറ്റഡ് പ്രൈസ് ഫോർ എ പ്ലെയർ ലൈക്ക് എഡേഴ്സൺ? UCL എക്സ്പീരിയൻസ് ഉണ്ട്, ബിഗ് ടീംസിനെതിരെ കളിച്ച പരിചയമുണ്ട്, നമ്മുടെ ടീമിലോട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് മിഡ്ഫീൽഡർ കൂടിയാണ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തതിൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇനി കുറേ ഹിയർ വി ഗോ വരാനുള്ളതാണ്. ആൻഡ് ബാക്കിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് കേൾക്കാം, അവരുടെ കോമൻറ്റ്സ് നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഞാൻ വേറെ വീഡിയോ ഇറക്കുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. സ്മാർട്ട് ഡീൽസ് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിയർ വീക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒരു ഹിയർ വീക്ക് വീഡിയോ ഇറക്കണം. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് സമ്മർ സൈനിങ് ആണ്. ആൻഡ് ഇനി അങ്ങോട്ട് ആരായിരിക്കും അടുത്ത സൈനിങ്? മത്തിയാസ് ഫെർണാണ്ടസ് ആണോ, ലൂയിസ് ഹോൾ ആണോ? കുറേ പേര് കേൾക്കുന്നുണ്ട് നമ്മൾ സ്മാർട്ടായിട്ടാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് അടുത്തത് കാണാൻ ആഗ്രഹമുള്ള പ്ലെയർ ആരാണ്? അത് ലൂയിസ് ഹോൾ ആണോ, മത്തിയാസ് ഫെർണാണ്ടസ് ആണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കോമെൻറ്റ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഹിയർ വി ഗോ.